Hello, good evening everyone. Welcome back to another live session. So today we are here with a very new segment called Speak Easy with Richa, right? So as part of the OET Care live series, which got a huge acceptance so far, and we are very happy for that because it has crossed over 5 million views, which is not a very simple thing. So as part of that, and since it is a new year, IILT team has come with a new segment, and not just today's segment, you can see a lot of innovative and engaging segments in our lives coming forth. So today I'm here with one of our premium batch students. So could you please introduce yourself? എൻ്റെ പേര് എബിൻ. My name is Ebin. I'm coming from കോട്ടയം. ഞാൻ IILT കോട്ടയത്തെ 9th ബാച്ചിലെ സ്റ്റുഡൻ്റാണ്, പ്രീമിയം ബാച്ചിലെ. Okay, yes. So Ebin, the first question that I want to ask you is, why IILT? എന്തുകൊണ്ട് IILT ചൂസ് ചെയ്തു? IILT ചൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം ഇത് പേഴ്സണലായിട്ട് പറയുകയാണ്. നമ്മൾ മലയാളികൾ പൊതുവേ എന്ത് കാര്യവും ചെറിയ പാക്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോകുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും 2 മാസം കൊണ്ട് പ്രീമിയം ബാച്ചിലൂടെ ഒരു സ്റ്റുഡൻറ്റിനെ OET ആ ഒരു കോമ്പറ്റൻസിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് വന്നത്. സാധാരണ എല്ലാവരും വിചാരിക്കുന്ന പോലൊക്കെ തന്നെ. പക്ഷെ വന്നതിന് ശേഷം എന്ന് പറയട്ടെ, ഞാൻ വന്നത് തന്നെ മുൻവിധിയോട് കൂടിയായിരുന്നു. ആക്ച്വലി ഇത് മിക്കവാറും നടക്കാൻ ചാൻസ് ഒന്നുമില്ല. എനിവേ ഇതിൽ കുറേ പേര് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇതിങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പുറത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ നടക്കാന്നുള്ളൊരു രീതിയിലൊക്കെ തന്നെയായിരുന്നു ഞാനും വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞ ശേഷം ക്ലാസ്സുകൾ ഓരോ ദിവസം കഴിഞ്ഞ് പോയപ്പോഴത്തേക്കിനും ഞാൻ മനസ്സിലാക്കി ആക്ച്വലി ഇത് സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ സാധാരണ ഒരു അപ്രോച്ച് അല്ലായിരുന്നു സ്റ്റുഡൻറ്റിനുണ്ടായിരുന്നത്. കയറുന്നതിനും അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊന്ന് കയറട്ടെ നോക്കട്ടെ എന്ന രീതിയിൽ പകുതിയാണ് ചെയ്തത്. ഇൻ കേസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നൈസായിട്ട് സ്കൂട്ട് ചെയ്യാം എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2, 3, 4 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും ആണെങ്കിലും അതുപോലെ ഫൗണ്ടേഷൻ തരുന്നതാണെങ്കിലും ഇറ്റ്സ് ആൻ അനദർ ലെവൽ. ആൻഡ് എനിക്ക് ആക്ച്വലി ഒരുപാട് രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം അങ്ങനെ മനസ്സിലായപ്പോൾ കൺവിക്ഷൻ വന്നതിന് ശേഷമായിരുന്നു ആക്ച്വലി ഞാൻ ഡിസൈഡ് ചെയ്തത് നോ ഐ വിൽ ബി കണ്ടിന്യൂയിങ് ഹിയർ. സോ അങ്ങനെയാണ് 2 മാസത്തേക്ക് ഞാൻ ജോയിൻ ചെയ്ത്. ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടംപോലെ സ്റ്റുഡൻസിനെ കയറ്റി നിർത്തി തിക്കിക്കൂട്ടി അങ്ങനെ ഒരു എക്സ്പീരിയൻസിനെക്കാട്ടിൽ കൂടുതൽ ഒരു മിനിമം എമൗണ്ട്, അതായത് ഒരു 14-15 അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബാച്ചിൽ 14 വരെ ഉള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു നിശ്ചിത എമൗണ്ടിലുള്ള കുട്ടികളെ മാത്രമേ എടുത്തിട്ട് നമ്പേഴ്സിൽ എടുത്തിട്ട് അത് ഞങ്ങൾക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിജയം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഗ്രഹമാണ് എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്തത് തന്നെ. അപ്പം ഗ്രാമർ ക്ലാസ്സസ് കിട്ടുന്നതാണ് തന്നെ, അതുപോലെ ഓരോ കറക്ഷൻസ് കിട്ടുന്നതാണ് തന്നെ, ഫാക്കൽറ്റീസിൻ്റെ അപ്രോച്ചസ് എല്ലാ രീതിയിലും ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുക മാത്രമല്ല ലൈഫിലൊരു 2 മാസമേ സ്പെൻഡ് ചെയ്യുന്നുള്ളായിരിക്കും. പക്ഷേ ആ സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരു ലൈഫ് ടേണിംഗ് മൊമെൻറ്റ് പോലെ ഞങ്ങൾക്ക് ഫീലായി. സോ ഇതൊരിക്കലും മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ പറയുന്നതല്ല, പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് നാളുകളായി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോച്ച് എന്നില്ല, ഒരു ടീച്ചർ എന്നില്ല, കോച്ച് എൻ്റെ എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് എനിക്ക് IILTയെ മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ഹിയർ. We are very pleased to know that. Okay, so many people are joining our live session. So good evening to each and every one of you. I hope everyone is doing really well. So ഞാനും എബിനും ഇന്ന് വന്നിരിക്കുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ്. സോ മോസ്റ്റ് ഓഫ് യു മൈറ്റ് ഹാവ് സീൻ ദ തംബ്നെയിൽ. നമ്മൾ OET സ്പീക്കിങ്ങിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകും എന്നുള്ളൊരു രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു OET സ്പീക്കിങ്ങിൽ എൻ്റെ ഡേറ്റ് എബിന് ഒരുപാട് സംശയങ്ങളുണ്ടാവാം. അപ്പോൾ അതെല്ലാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല വരുന്ന ഓരോ സംശയങ്ങളും നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് വി ഹാവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ഐ തിങ്ക് മോർ ദാൻ 10 or 15 questions or 20 questions approximately. അപ്പോൾ എന്നോട് ചോദിക്കുന്നതായിരിക്കും, അതിനെല്ലാം ഞാൻ ആൻസർ തരും. At the same time, you can also comment your doubts and queries in the comment section, so we will definitely look into that as well. Okay, so Ebin, without wasting much time, let's get started. Sure. Okay, so what is your first question? മിസ്, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാധാരണ എല്ലാ OET ഇപ്പോൾ ജീവിക്കുന്ന നേഴ്സുമാർ കൂടുതലും അവരുടെ പേഴ്സണൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് ഇംഗ്ലീഷിൻ്റെ അതിപ്രസരങ്ങളെന്ന് വേണം പറയാം. ഒത്തിരി അങ്ങനെ ഡെയിലി ലൈഫിൽ മൊബൈൽ യൂസ് ചെയ്യുക, TV കാണുക, അല്ലെങ്കിൽ മൂവി കാണുക, ന്യൂസ് പേപ്പർ നോക്കുക, എല്ലാ രീതിയിലും ഇംഗ്ലീഷ് അതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LKG മുതൽ
10ാം ക്ലാസ് വരെ വേണം പറയാം. എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് പിന്നെ രജിസ്ട്രേഷനും കഴിഞ്ഞിട്ട് കൂടി ഇംഗ്ലീഷിന് അതിപ്രസരം നമുക്ക് തീരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിയൊഴുക്കെന്ന് വേണേൽ പറയാം. പക്ഷേ ഇത് രണ്ടും അല്ലാതെ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ പറ്റി നോക്കുവാണെങ്കിൽ ആ നഴ്സിൻ്റെ ഡെയിലി ലൈഫിൽ ഷിഫ്റ്റ്, മെഡിസിന്, റൗണ്ട്സ്, പ്രൊസീജിയർ, അല്ലെങ്കിൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഷിഫ്റ്റ് എല്ലാ രീതിയിലും ഇംഗ്ലീഷിൻ്റെ ഒരു എനിക്കറിയാം ഒരുപാട് കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടെന്നും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റെഡിയാക്കിയത് എൻ്റെ ബാച്ചിലർ ഫ്രണ്ട്സ് സാറിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ്. എനിക്ക് എഴുതാൻ അറിയാം, മനസ്സിലാവുകയും ചെയ്തു. ബട്ട് വൈ That is a very brilliant question actually, and the thing I would like to tell you is that the main reason നമ്മളെല്ലാ സ്റ്റുഡൻസിനും പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ഇവിടെയുണ്ട്. ഇപ്പോൾ എബിൻ ആണെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ, ഇപ്പോൾ പേഴ്സണലി എബിൻ സ്പീക്കിംഗ് സെഷൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എബിൻ നല്ലോണം സംസാരിക്കുന്ന ഒരാൾ കൂടെയാണ്. പക്ഷേ ക്യൂ കാർഡ്സ് മാറുന്നതനുസരിച്ച് ചിലപ്പോൾ എബിൻ സ്റ്റക്ക് ആവാറുണ്ട്. ദ തിങ് ഈസ് എബിൻ ഐഡിയ ഇവിടെ ഉണ്ട്, പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ എബിൻ പറയും മിസ് എനിക്കുണ്ട് പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നില്ല. വൈ കാൻറ്റ് യു സേ ദാറ്റ്? ദർ ഈസ് ഓൺലി വൺ റീസൺ, യു ലാക്ക് ദ പ്രാക്ടീസ്. ഇംഗ്ലീഷ് നമുക്ക് വായിക്കാൻ അറിയാം, നമുക്ക് സംസാരിക്കാൻ, അതായത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ അറിയാം, നമുക്ക് കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയാം. പക്ഷേ കുറേ നേരത്തേക്ക് കണ്ടിന്യൂസ് ഒരാളോട് സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതിന് മെയിൻ കാരണം നമ്മുടേതായിട്ടുള്ള കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തെറ്റ് വരുമോ, തെറ്റ് വന്നാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്ത് വിചാരിക്കും, പക്ഷേ ഇതെനിക്ക് മലയാളം സംസാരിക്കുന്നില്ലല്ലോ, ബിക്കോസ് യു ആർ വെരി കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ലാംഗ്വേജ്. നമ്മൾ ആ ലാംഗ്വേജ് എപ്പോഴും സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്ക് വി ഡു നോട്ട് ഹാവ് ടു വറി അബൌട്ട് വാട്ട് ടു സേ നെക്സ്റ്റ്. അടുത്തത് എന്ത് പറയണമെന്ന് അവിടെ ചിന്തിക്കേണ്ടി വരുന്നില്ല, ബിക്കോസ് ആ ലാംഗ്വേജ് അത്രയും ഫ്ലുവൻ്റ് ആണ്. കുഞ്ഞുനാൾ തൊട്ടേ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് മലയാളം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നോർത്ത് ഇന്ത്യയിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ട് നല്ലോണം ഹിന്ദി സംസാരിക്കുന്നു, ബിക്കോസ് അയാളുടെ ഒരു സർക്കംസ്റ്റാൻസിൽ അയാൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അതായതുകൊണ്ട് അയാൾ അത്രയും കൺവീനിയൻ്റ് ആണ് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എബിൻ ഒരു 30 ദിവസം കണ്ടിന്യൂസ് ഞാൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്താൽ ഈസി ആയിട്ട് എബിനും അത് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് മീ, യു ക്യാൻ. അതൊരു ചലഞ്ച് ആയിട്ട് എബിൻ ഏറ്റെടുക്കുകയാണെങ്കിൽ 30 days കഴിഞ്ഞിട്ട് ഞാൻ എബിനെ ലൈവ് കൊണ്ടുവന്ന് എബിൻ കണ്ടിന്യൂസ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോട് നമുക്ക് ചെയ്യാം. ദ റീസൺ ഐ എം ടെല്ലിങ് യു ഇസ് ദാറ്റ് ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ കണ്ടിന്യൂസ് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളല്ല. ആൻഡ് മൈ ലാംഗ്വേജ് വാസ് നോട്ട് വെരി ഫ്ലുവൻറ്റ് ഓൾസോ. ഇപ്പോഴും ഞാൻ പ്രൊഫഷൻ്റ് ആണെന്ന് അവകാശപ്പെടുന്നില്ല, ബട്ട് സ്റ്റിൽ ഐ ഹാവ് എ കോൺഫിഡൻസ് ദാറ്റ് ഐ ക്യാൻ ടോക്ക് ടു പീപ്പിൾ റൈറ്റ് നൗ. അത് ഞാൻ ബിൽഡ് ചെയ്തത് കണ്ടിന്യൂസ് ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്. എന്ന് വെച്ചാൽ ഡെയിലി 24/7 ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നല്ല. ഓക്കെ, എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ഞാൻ അവരോട് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കാം. ഇപ്പോൾ എൻ്റെ റൂംമേറ്റിനോടാണെങ്കിൽ ഞങ്ങൾ ഫേവറേറ്റ് ആയിട്ട് ഞങ്ങൾ എപ്പോഴും കാണുന്ന സീരീസിൻ്റെ ഡയലോഗ്സ് ആയിരിക്കും ഞങ്ങൾ സംസാരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ലാംഗ്വേജ് ഗ്യാപ്പ് എത്രത്തോളം കുറവാണോ അത്രത്തോളം നമുക്ക് സംസാരിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റിയും കൂടും. മലയാളം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ടാണ് മലയാളം സംസാരിക്കാൻ നമുക്ക് ഈസി ആവുന്നത്. നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് ഒന്ന് സംസാരിച്ചെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് എപ്പോഴും പറയാം യു ഷുഡ് ടോക്ക് ഈച്ച് അതർ ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നു, ആ ലാംഗ്വേജായിട്ട് നിങ്ങൾ എത്രത്തോളം കണക്റ്റഡ് ആവുന്നു, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. യെസ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ബട്ട് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവർ ലാക്ക് ഓഫ് പ്രാക്ടീസ്. അപ്പം ശരിക്കും അതൊരു ഫൗണ്ടേഷൻ ആണല്ലേ? എക്സാക്ട്ലി. നമ്മളത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പുതിയ പാട്ട് റിലീസ് ചെയ്യുന്നു, ആ പാട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും, ഈ ഒരു എക്സാമ്പിൾ ഞാൻ മിക്ക ക്ലാസ്സിലും പറയാറുള്ളതാണ്, നമ്മളത് എല്ലായിടത്തും കേൾക്കുന്നു. ചിലപ്പോൾ ബസ്സിലായിരിക്കും, പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോൾ അവിടെ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് എടുത്താൽ, ഇൻസ്റ്റഗ്രാം എടുത്താൽ റീൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാട്ട് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ പറയില്ല ഈ പാട്ട് എൻ്റെ വായിൽ നിന്ന് പോകുന്നില്ല. വൈ? ബിക്കോസ് യു ആർ ഓൾവേസ് ഹിയറിങ് ഇറ്റ്. ഓക്കെ, നമ്മൾ എപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് അതിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് ഞാൻ എപ്പോഴും പാടിക്കൊണ്ടിരുന്നത് പക്ഷെ അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ എൻ്റെ നാക്കിൻ്റെ തുമ്പത്തുണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. വൈ? ബിക്കോസ് എവിടെയെങ്കിലും വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും കേൾക്കുന്നത്, നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. സോ നമ്മുടെ ബ്രെയിനിന് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻപുട്ടാണ് ബ്രെയിൻ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. സോ ദ മോർ യു പ്രാക്ടീസ്, that but why will be reduced. Okay? Yes. Okay, thank you so much. So what's the next question? So next question, ഇപ്പം ഒരു OET ഇവിടെ സ്പീക്കിംഗ് സെക്ഷന് വേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് ശരിക്കും പറഞ്ഞ ഒരു ട്രെയിനറിൻ്റെ ആവശ്യമുണ്ടോ? കാര്യം എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നോക്കി ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് കാണാൻ പറ്റും, ഇഷ്ടംപോലെ എന്താ പറയുക ഇൻപുട്ട് അവിടെ നിന്ന് വിടുന്നതെല്ലാം കിട്ടും, മൂവീസ് കാണുന്നുണ്ട്. ആൾക്കാരിപ്പം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ഉണ്ട്, അപ്പോൾ ആക്സസ് ഇഷ്ടംപോലെ കൂടുതൽ. പക്ഷേ ഒരു ട്രെയിനറിന് ആവശ്യം എന്തായിരിക്കുന്നത്? ട്രെയിനറിൻ്റെ ആവശ്യമുണ്ടോ? Well, that's a very funny question to ask a trainer itself. The reason being, ട്രെയിനറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ആക്ച്വലി. പക്ഷെ എന്നാലും നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ട്രെയിനർ, അതായത് ഒരു എക്സ്പേർട്ട് ട്രെയിനർ കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓൾദോ OET സ്പീക്കിങ്ങിനോ അല്ലെങ്കിൽ റൈറ്റിങ്ങിനോ നമുക്കൊരു സ്ക്രിപ്റ്റ് ഇല്ല. റീഡിങ്ങും ലിസണിങ്ങും റിസപ്റ്റീവ് സ്കിൽസ് ആയതുകൊണ്ട് അവിടെ നമുക്കത് എക്സ്ക്ലൂഡ് ചെയ്ത് വെക്കാം. ബട്ട് ദെൻ പ്രൊഡക്റ്റീവ് സ്കിൽസ് ആയിട്ടുള്ള റൈറ്റിംഗ് ആയിക്കോട്ടെ സ്പീക്കിംഗ് ആയിക്കോട്ടെ, അതിന് നമുക്ക് കറക്റ്റായിട്ട് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ വെച്ച് ഇതിങ്ങനെയാണ് നിങ്ങളിവിടെ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കൺസൈസ് ചെയ്യണം, ഇവിടെ ഇങ്ങനത്തെ പാരഗ്രാഫാണ് വരേണ്ടത് എന്നുള്ളൊരു ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ കൂടുതലത് പഠിക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കാലിബർ ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ്. ബട്ട് ഇഫ് യു ഫീൽ ലൈക്ക് യു കൻ നോട്ട് ഡു ഇറ്റ്, കാരണം കൂടുതലും ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത് സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് എനിക്ക് ഒരെണ്ണത്തിന് പോയി, രണ്ടെണ്ണത്തിന് പോയി, പക്ഷേ ബാക്കി രണ്ടെണ്ണത്തിന് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്റ്റുഡൻസ് വരാറുണ്ട്. സോ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതിലൊരു പാരാമീറ്റർ ആണെങ്കിൽ പോലും നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ മാത്രമേ ആ പ്രൊഫിഷ്യൻസി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടുള്ളൂ. സോ ഇഫ് യു ആർ എ ഗുഡ് സ്പീക്കർ ഓർ ഇഫ് യു ക്യാൻ റൈറ്റ് റിയലി ഗുഡ് ലെറ്റേഴ്സ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് എ പി ഗ്രേഡ്. എവിടെയെങ്കിലും ആ ഒരു ക്രൈറ്റീരിയ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കോറിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു at least speak to someone who is trained in it and who can provide you the correct feedback about it. അത് നമ്മൾ ഒരാളുടെ ഫീഡ്ബാക്ക് കണ്ടിന്യൂസ് കിട്ടുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ യെസ്, ഐ വുഡ് സേ ഇറ്റ് വിൽ ബി റിയലി ഗുഡ് ഇഫ് യു ഗെറ്റ് അഡ്വൈസ് ഫ്രം എ ട്രെയിനർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഷോ അവൻ ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷ് അല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ചില വെല്ലന്മാരുടെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കാറുണ്ട്. അപ്പം ഈ വെല്ലന്മാർ ഞാൻ ഉദ്ദേശിച്ച് വേറൊന്നുമല്ല, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തോമസ് കുട്ടി വിട്ടോടാ എന്ന് പറഞ്ഞുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. വേറെ ആരുമില്ല, ഗ്രാമേഴ്സ്, ടെൻസസ്, ഫ്രേസസ്, ഇങ്ങനെ ചില വാക്കുകൾ കേൾക്കുമ്പോഴും നമ്മുടെ അപ്രോച്ച് ഇസ് ഡിഫറെൻറ്റ്. ബിക്കോസ് ഈ OET സ്പീക്കിങ്ങിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ദിസ് ഈസ് എ റിയലി ഗുഡ് ക്വസ്റ്റൻ. അഗെയിൻ ഇത് ഞാനും സെബിൻ സാറും കൂടെ കഴിഞ്ഞ ദിവസം ഗ്രാമർ ടോക്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു ലൈവിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു പാരാമീറ്ററാണ്. സോ അഗെയിൻ ഐ എം ടെല്ലിങ് യു ദിസ്, ഗ്രാമർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ സ്പീക്കിംഗ്. ഓക്കെ, സോ ഗ്രാമറിൻ്റെ ഒരു ബാൻഡ് സ്കോർ അല്ലെങ്കിൽ ഒരു സ്കോറിംഗ് പാരാമീറ്റർ നമ്മളെടുത്ത് നോക്കിയാൽ OET തന്നിരിക്കുന്ന അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മാർക്ക് കിട്ടണമെങ്കിൽ ഇന്ന ഗ്രാമറിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ഗ്രാമറിൽ റിച്ച് ആയിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് 6 മാർക്സ് ആണ് ഗ്രാമറിൽ കിട്ടുന്നത്. സോ 6 out of 6 കിട്ടണമെങ്കിൽ യു നീഡ് ടു ബി റിയലി റിച്ച്. ആ ഒരു വൊക്കാബുലറിയിലായിക്കോട്ടെ ഗ്രാമറിലായിക്കോട്ടെ യു നീഡ് ടു ബി റിയലി റിച്ച് ഇൻ ദാറ്റ്. ഇനി അത് നേരെ 5ലേക്ക് വരുമ്പോഴേക്കും അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ വലിയ തരക്കേടില്ലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 5. ഇനി വളരെയധികം ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് വരുത്തിയാൽ പോലും നിങ്ങളുടെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലെവലിൽ നിങ്ങൾക്ക് ഗ്രാമർ ഉണ്ടെങ്കിൽ, അതായത് സഫീഷ്യൻറ്റ് റിസോഴ്സ് എന്നാണ് എക്സാക്ട്ലി ഈ ടേംസിലാണ് അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സഫീഷ്യൻറ്റ് റിസോഴ്സസ് ഉണ്ട്, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് വരുത്തിയിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ മിനിമം ഓഫ് 4 മാർക്സ്. ഓക്കെ, പക്ഷേ നൗ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി, ഗ്രാമർ ഒരൊറ്റ പാരാമീറ്റർ അല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് ഒരു 6 മാർക്ക് പോയാൽ എനിക്ക് ബാക്കി മാർക്കുകൾ കിട്ടില്ലേന്ന്? കിട്ടില്ല. ദ റീസൺ ബീങ്, എല്ലാ സെന്റൻസിലും ഗ്രാമർ ഉണ്ട്. നമ്മൾ പറയുന്ന സെന്റൻസുകളുടെ ടെൻസ് ടൈം ഒക്കെ മാറിപ്പോയാൽ പേഷ്യൻറ്റിന് റിസീവ് ചെയ്യുന്ന മീനിങ് മാറിപ്പോയി. മീനിങ് മാറിപ്പോകുമ്പോൾ അവിടെ റോങ് ഇൻഫർമേഷനായി, അപ്പോൾ ഇൻഫർമേഷൻ പ്രൊവൈഡിങ്ങിൽ നമ്മുടെ സ്കോർ പോവും. അതുപോലെ നമ്മൾ പാസ്റ്റിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഓക്കെ ഇപ്പോൾ ഇത് എത്ര നാളായിട്ട് തുടങ്ങിയെന്ന് ചോദിക്കുന്നത് തെറ്റായ രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ സ്കോർ പോയി. പിന്നെ നമ്മൾ ഗ്രാമർ തെറ്റിക്കുമ്പോൾ ചിലപ്പോൾ കേട്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് വരും, അയാൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഇൻ്റലിജിബിലിറ്റിയിൽ സ്കോർ കുറയും. സോ അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ടു ഈച്ച് ആൻഡ് എവറി അതർ ക്രൈറ്റീരിയൻ ഗിവൻ. സോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യു ഡു നോട്ട് ഹാവ് ടു കോൾ ഇറ്റ് ആസ് വില്ലൻ. ഓക്കെ, കാരണം യു ആർ ഗെറ്റിംഗ് റിയലി ഗുഡ് ഗ്രാമർ ക്ലാസ് ഫ്രം സെബിൻ സർ. കാരണം നമ്മുടെ ഫൗണ്ടേഷൻ ഫോർ OET അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഫോർ OET പ്രോ എന്ന് പറയുന്ന 2 വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രണ്ട് കോഴ്സസ് ഉണ്ട്. അതിൻ്റെ ഫൗണ്ടർ ആൻഡ് ഡെവലപ്പറാണ് സെബിൻ സർ. ആൻഡ് സാറാണ് നിങ്ങൾക്ക് ഡെയിലി 3 hours ഗ്രാമർ. ഓക്കെ, ആ ഗ്രാമർ ഒരു ബോറിംഗ് സബ്ജക്റ്റ് ആണ്, നോ ഒഫൻസ് സെബിൻ സർ, ബട്ട് സ്റ്റിൽ അത് അങ്ങനെ എല്ലാവർക്കും കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും 3 hours നിങ്ങളെ വളരെ എൻഗേജിങ് ആയിട്ട് സാറ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക്
പൊതുവെ എത്ര കിട്ടിയാലും ഇനിയും കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗ്രാമറിനെ പറ്റി പറയുന്നുണ്ട്. സോ അത്രയും ലൈറ്റ് ആയിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഗ്രാമർ ക്ലാസ്സസ് സെബിൻ സാർ എടുക്കുന്നത്. ഒബ്വിയസ്ലി ആണെന്ന് എബിൻ ആണെങ്കിലും സാറ് എടുക്കുന്നത് ക്ലാസ് ഇത്രയും വളരെ എന്താ പറയുക ലഘുവായിട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നതായിരുന്നു എന്നാണ് പിന്നെ ക്ലാസ്സിന് ശേഷം തോന്നിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്രാമറിന്റെ ഒരു എവിടെ ഇത് യൂസ് ചെയ്യണം എന്നൊരു നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ റിലേറ്റ് ചെയ്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഈസി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊരു വില്ലനായിട്ട് കൺസിഡർ ചെയ്യേണ്ട. കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു യൂസേജ് മനസ്സിലാക്കിയിട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. ഓക്കെ, സോ വാട്ട്സ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നമ്മുടെ ഒരു OET ട്രെയിനിങ് എടുക്കാൻ വരുന്ന സ്റ്റുഡൻസ് സാധാരണ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, എസ്പെഷ്യലി ഡ്യൂറിങ് ട്രെയിനിങ്, അതുപോലെ തന്നെ എക്സാമിനും? ഇത് ഇഫ് ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ മിസ്റ്റേക്സ് ഐ ക്യാൻ ഗോ ഓൺ ആൻഡ് ഓൺ. കാരണം കുറേ മിസ്റ്റേക്സ് വരാൻ പറ്റും. പക്ഷെ അങ്ങനെ നമ്മളത് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒരു ഇതാണ്. അപ്പം ദ മെയിൻ തിങ് ഐ ടെൽ ഓൾ ദി സ്റ്റുഡൻസ്, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിലും ഞാൻ വന്ന് പറഞ്ഞൊരു മെയിൻ കാര്യമാണ്, നിങ്ങൾ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് വരുത്തിക്കോ, ദാറ്റ്സ് ഓക്കെ. ബട്ട് വാട്ട് യു നീഡ് ടു ഡു ഇസ് ഈ വരുത്തുന്ന മിസ്റ്റേക്സ് ഒന്ന് ട്രാക്ക് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്പീക്ക് ചെയ്യുമ്പോൾ ഈ വരുത്തിയ മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്. സോ ഇഫ് യു ഡോണ്ട് റിമെമ്പർ, നിങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് അന്ന് ഞാൻ ഏതോ മിസ്റ്റേക്ക് വരുത്തിയല്ലോ എന്ന് ഓർത്തിരുന്നാൽ യു വിൽ നോട്ട് ലേൺ ദാറ്റ് മിസ്റ്റേക്ക്. വെൻ ദ ട്രെയിനർ ടെൽസ് യു ദിസ് ഇസ് എ മിസ്റ്റേക്ക് ആൻഡ് യു ഷുഡൻറ്റ് ബി ഡൂയിങ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു തരുമ്പോൾ ഓക്കെ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കുക, എന്നിട്ട് അതൊന്ന് എഴുതി വെക്കുക എവിടെയെങ്കിലും. ദ റീസൺ ഐ എം ടെല്ലിങ് യു ടു നോട്ട് ഇറ്റ് ഡൗൺ ഇസ് ബിക്കോസ് ആ എഴുതുമ്പോൾ യു ആർ ലൈക്ക് അതൊന്ന് ഇൻപുട്ടായിട്ട് എടുക്കുവാണ്. നമ്മൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ അത്രയും ഷാർപ്പ് മെമ്മറി ഉള്ളവരാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം. ബട്ട് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ മിസ്റ്റേക്സ്. എന്നിട്ട് ആ മിസ്റ്റേക്സ് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് ടൈം സ്പീക്ക് ചെയ്യുമ്പോൾ അതേ സിമിലർ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു അവോയ്ഡ് ദാറ്റ് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് പിന്നെ അതിനകത്ത് വരുത്താതിരിക്കാനുള്ള രീതിയിൽ ശ്രദ്ധിക്കാം. ഓക്കെ, അതാണ് മെയിനായിട്ട് ഉള്ളൊരു മിസ്റ്റേക്ക്. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. രണ്ടാമത്തെ മെയിൻ ഒരു മിസ്റ്റേക്ക് സ്റ്റുഡൻസ് ചെയ്യുന്നത് കാണാതെ കുറേ കാര്യങ്ങൾ പഠിക്കുക. ഈ കാണാതെ പഠിക്കുന്നത് അതിന് ഗുഡ് ആൻഡ് ബാഡ് സൈഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും സംസാരിക്കാതെ നമുക്ക് ബ്ലാങ്ക് ഔട്ട് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് സഹായകരമാവും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഓക്കെ ഇതെനിക്കറിയാം, ഇതെവിടെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വരുമ്പോൾ യെസ് ദാറ്റ് ഈസ് ഫൈൻ. പക്ഷെ ചില സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് കാണാതെ പഠിച്ചിട്ട് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ട് അതവിടെ ഡെലിവറി ചെയ്യും. സ്ക്രിപ്റ്റഡ് ആയിട്ട് ഡെലിവറി ചെയ്താൽ ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ കോൺവെർസേഷൻ. കേട്ടിരിക്കുന്ന ആർക്കും മനസ്സിലാവും ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് ബൈ ഹാർട്ട് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫ്രം ഹിസ് ഓർ ഹെർ ഓൺ പ്രൊഫിഷ്യൻസി ലെവൽ. അപ്പോൾ അത് നിങ്ങളുടെ സ്കോറിനെ ഒരിക്കലും ബൂസ്റ്റ് ചെയ്യില്ല. സോ കാണാതെ പഠിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് വാട്ട് യു ആർ ലേണിംഗ്. നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ എവിടെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്ത് പോകരുത്. മൂന്നാമത്തൊരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ടാസ്ക് ആണ് എല്ലാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ക്യൂ കാർഡിന് അപ്രോച്ച് ചെയ്യുന്നതാണ്. ടാസ്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഡു യു തിങ്ക്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ടാസ്ക് ഇൻ ദ റോൾ പ്ലേ? ടാസ്ക് വെക്കുമ്പോഴത്തേക്കും തന്നെ ആബ്സല്യൂട്ട്ലി എന്താണ് സംസാരിക്കുന്നത്, എന്താണ് സിനാരിയോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുകയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നതും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റൂൾ, അതെ ഗൈഡൻസ്. ഫൈൻ. അപ്പോൾ ഇഫ് ഐ ഗീവ് യു ഒരു റേറ്റിംഗ് പോലെ പറയുകയാണെങ്കിൽ ഓക്കെ വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഓഫ് ഇമ്പോർട്ടൻസ് ദാറ്റ് യു വിൽ ഗീവ് ഫോർ ദിസ് ടാസ്ക്? എത്ര പെർസെൻറ്റേജ് കൊടുക്കും? 60%, 70%? ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റ്? Between 70 and 80%. Between 70 and 80%, right? Well, that is also fine. കാരണം ഒരിക്കലും 100% ഇമ്പോർട്ടൻസ് നമുക്ക് അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചും ഐ എം നോട്ട് സെയിങ് ദാറ്റ് ടാസ്ക് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ടാസ്ക് ആണ് ഇമ്പോർട്ടൻറ്റ്. ടാസ്ക് എന്ന് പറയുന്നത് ആ 5 മിനിറ്റ്സിൽ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ റെലവൻറ്റ് ഡീറ്റെയിൽസ് ആണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് ആണ് ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ടാസ്ക് തന്നെ ചെയ്ത് തീർക്കണം, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് നമ്മളവിടെ കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് അവിടെ വരാത്ത അത്രയും കാലം നിങ്ങൾക്ക് ആ ഒരു ബി ഗ്രേഡിലേക്ക് എത്താൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ വൈ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് കം ടു 330, 340.
നല്ല ലാംഗ്വേജ് ഉണ്ടാവാം, ടാസ്കുകളെല്ലാം ചെയ്യുന്നുണ്ടാവാം, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒക്കെ ബ്രില്യൻ്റ് ആയിരിക്കാം, പക്ഷേ 340 എത്ര എഴുതിയാലും 340 കയറുന്നില്ല. വൈ? ബിക്കോസ് യു ആർ ലാക്കിംഗ് ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ദെയർ. നമ്മുടെ ഒരു എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ മാത്രമല്ലല്ലോ, വി ഹാവ് ദ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ ടു. ഇവിടെ നിങ്ങളുടെ ടാസ്കുകൾ മാത്രമായിരുന്നു ഇമ്പോർട്ടൻ്റ് എങ്കിൽ യു വുഡ് ജസ്റ്റ് ഹാവ് ദ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ. അത് നമ്മൾ എങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തുള്ളത്, ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയം ഉള്ളത്. സോ യു ഹാവ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് ടു. സോ ടാസ്കിനപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്? അങ്ങനെയല്ല, ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എത്രത്തോളം ടാസ്കുകൾ ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രത്തോളം ടാസ്കുകൾ ചെയ്ത് തീർക്കുക തന്നെ വേണം. കാരണം ഓരോ ടാസ്കും ഓരോ ചില ക്രൈറ്റീരിയനുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ റീഅഷ്യൂർ ദ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് റിലേഷൻഷിപ്പിലേക്ക് അത് കണക്റ്റഡ് ആണ്. സോ യു ഹാവ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആസ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ. ഓക്കെ, സോ അപ്പോൾ അതിനകത്തേക്ക് അത് കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ ആസ്ക് ദി ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആസ്ക് ഓർ കളക്ട് ദി ഇൻഫർമേഷൻ ഫ്രം ദ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആയിട്ട് അത് കണക്റ്റഡ് ആണ്, വിച്ച് ഈസ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ. ഓക്കെ, ഇനി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡൂയിങ് ദിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻഫർമേഷൻ കൊടുക്കുവാണ് പേഷ്യൻറ്റിന്, വിച്ച് ഈസ് ഇൻഫർമേഷൻ പ്രൊവൈഡിങ്. അപ്പോൾ ഇതിലേക്കൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ടാസ്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ ടാസ്ക് ആണ് എല്ലാം എന്നുള്ള രീതിയിൽ ഒരിക്കലും അതിനെ അപ്രോച്ച് ചെയ്യരുത്. ഒരു പേഷ്യൻറ്റ് സെൻട്രിക് അപ്രോച്ച് ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സ്റ്റുഡൻസ് വരുത്തുന്ന മിസ്റ്റേക്സ്. ഇനി അതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ഇറ്റ് മൈറ്റ് ഗോ വെരി ലോങ്. മേ ബി വി ക്യാൻ ഡു അനദർ ലൈവ് ഓർ സംതിങ് ഓൺലി ഫോക്കസിങ് ഓൺ ദ മിസ്റ്റേക്സ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ വോയിസ് മോഡുലേഷൻ കേട്ടിട്ടുണ്ട്, എന്താണ് അത്, അതിന് ഇമ്പോർട്ടൻസ് എന്താണ്? Voice modulation വളരെ important ആണ്. So you might also know that whenever I come to your class, I always tell this, now try it with voice modulation, try to have it. ഈ വോയിസ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ ഈ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് നമുക്ക് ഇല്ലാത്തൊരു ഇമോഷൻ കൊണ്ടുവന്ന് സംസാരിക്കണം. No, you do not have to do that and you do not have to be artificial also there. നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ്, നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നത്. ആ പേഷ്യൻറ്റിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏതൊരു ആസ്പെക്റ്റിലാണോ അയാളോട് സംസാരിക്കുന്നത് അതേ ആ ഒരു സ്ലാങ് അല്ലെങ്കിൽ അതേ ആ ഒരു വോയിസ് മോഡുലേഷൻ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ബിക്കോസ് ഇമോഷൻസ് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇഫ് യു ഫീൽ സോറി ഫോർ എ പേഴ്സൺ, അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഇമോഷൻ ഈസ് ദ സെയിം തിങ്, റൈറ്റ്? ആ ഇൻറ്റൻസിറ്റി ഈസ് സെയിം. ഇപ്പം ഞാൻ എൻ്റെ പേഷ്യൻറ്റിന് ചോദിക്കുക അല്ലെങ്കിൽ പറയുകയാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ ആവും എന്ന് ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വരുമ്പോഴും ദർ ഇസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട്, അവിടെ ചേഞ്ച് ഇല്ല. അല്ലെങ്കിൽ ഇപ്പം അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറയുമ്പോഴും വോയിസ് മോഡുലേഷൻ അവിടെ മേജർ ഡിഫറൻസസ് വരുന്നില്ല. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സോ ഇഫ് യു സ്ട്രഗിൾ വിത്ത് വോയിസ് മോഡുലേഷൻ യു ഡു നോട്ട് ഹാവ് ടു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഒരു പ്രാക്ടീസ് ഇട്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കണമെന്നൊക്കെ വിചാരിച്ചോ വറീഡ് ആവേണ്ട ആവശ്യമില്ല. വാട്ട് യു ക്യാൻ ഡു ഇസ്, നിങ്ങൾ നോർമലി മലയാളത്തിൽ പൊളൈറ്റ് ആയിട്ട് ഒരാളോട് എങ്ങനെ സംസാരിക്കുമോ അതേ രീതി തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാം. അത് ലാംഗ്വേജ് മാറുമ്പോൾ ആൾക്കാർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണത്. അല്ലാതെ വോയിസ് മോഡുലേഷൻ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാഷ്വലി ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന എംപതി, നിങ്ങൾ കാണിക്കുന്ന കമ്പാഷൻ, അത് തന്നെ നിങ്ങൾ ഇതിനകത്ത് കാണിച്ചാൽ മതി. ഓക്കെ, ഓൺലി ഡിഫറൻസ് ഇസ് ലാംഗ്വേജ് ചേഞ്ച്. സോ എനിക്കതിനകത്ത് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി മലയാളത്തിൽ ഞാൻ എങ്ങനെയാണോ അല്ലെങ്കിൽ എൻ്റെ നേറ്റീവ് ലാംഗ്വേജ് ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതിൻ്റെ ഒരു സിനാരിയോ മനസ്സിലാക്കി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ബി യുവർ ഓൺ ജഡ്ജ്. നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യുക, കേട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക, ഓക്കെ ഇതിനകത്ത് എമ്പതി വരുന്നുണ്ടോ, ഞാൻ ഇവിടെ കുറച്ച് ബെനവലൻ്റ് ആയിട്ടാണോ സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിയലൈസേഷനിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ യെസ് you succeeded that. Okay, so you can stand in front of a mirror practice വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൊബൈൽ റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എ സ്പൗസ് അവരോടൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയും, ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എംപതി ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ യു ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. ഷുവർ മിസ്, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സാധാരണ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറയാറുള്ള കാര്യമാണ് ഈ ഓർഗനൈസ് ചെയ്ത് പറയുന്ന കാര്യത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ബേസിക്കലി കൺസേൺസ് പലതായിരിക്കും. ഒരുപാട് ബ്രാക്കറ്റിൽ ഒരുപാട് ലെറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ എങ്ങനെ കൂട്ടിക്കണിപ്പിക്കും, അതുപോലെ പറഞ്ഞു തരുമ്പോൾ കൃത്യമായിട്ടുള്ള വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. സോ ഈ ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം
അതെങ്ങനെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഓക്കെ, സെന്റൻസ് കൺസ്ട്രക്ഷൻ ആണോ എക്സാക്ട്ലി ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെ നമുക്ക് ക്യൂ കാർഡ് ഓർഗനൈസ് ചെയ്യാം? ഡെഫിനറ്റ്ലി രണ്ടും ഉണ്ട്. ആക്ച്വലി രണ്ടും ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ ഭാഗം ഞാൻ ചോദിച്ചത് ഓർഗനൈസേഷൻ ഇൻ ജനറലും, രണ്ടാമത്തെ ചോദിച്ചത് ആക്ച്വലി ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചത്. സോ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി വറീഡ് ആവേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മുടെ ക്യൂ കാർഡ് നമുക്ക് തന്നിരിക്കുമ്പോൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷണൽ ഫ്ലോ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരാൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് അത്. സോ അതിനൊരു ഡിഫോൾട്ടായിട്ട് ഒരു സ്ട്രക്ചർ അതിലുണ്ട്. സോ ദ ഓൺലി തിങ്, ദ ഈസിയസ്റ്റ് തിങ് യു ക്യാൻ ഡു ടു മെയിൻറ്റെയിൻ എ സ്ട്രക്ചർ ഈസ് ടു ഡു ദ റോൾ പ്ലേ ഇൻ ദ കറക്റ്റ് ഓർഡർ. നിങ്ങളുടെ ടാസ്കുകളുടെ കറക്റ്റ് ഓർഡറിൽ കറക്റ്റ് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് തുടക്കം തൊട്ട് അവസാനം വരെ പോയാൽ നിങ്ങളായിട്ടൊരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓർഡറിൽ, അതായത് ടാസ്കുകൾ മിക്സ്ഡ് ഔട്ട് ആയിട്ട് ചെയ്യുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു ടാസ്കിൽ തന്നെ പല സെന്റൻസുകൾ ഉണ്ടാവും, പല സെഗ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ സെഗ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്താലും ദാറ്റ് ഇസ് ഫൈൻ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സ്പ്ലനേഷൻ അവിടെ ഒരു ലോജിക്കൽ ഫ്ലോ കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ മാത്രം, അങ്ങനെ മാറ്റി മറിച്ച് ചെയ്ത് ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്, ഫ്രീ ടു ഡു ദാറ്റ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്ഡ് ഔട്ട് ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ് ദാറ്റ് യു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ്. അതാകുമ്പോൾ ആ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങളുടെ റോൾ പ്ലേയിൽ വരും. സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ടു മെയിൻറ്റെയിൻ ദാറ്റ്. അതാണ് ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു കാര്യം. പിന്നെ ദർ ഇസ് എ 7 സ്റ്റേജ് ഓഫ്, അല്ലെങ്കിൽ ഒരു 7 സ്റ്റേജസ് ഓഫ് സ്ട്രക്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം പേഷ്യൻ്റെ കൺസേൺ ചോദിക്കുന്നു. അപ്പോൾ പേഷ്യൻ്റെ കൺസേൺ പറയുമ്പോൾ നമ്മളൊന്ന് അഷ്യൂർ ചെയ്യുന്നു, ഡോണ്ട് വറി, യു ഹാവ് റീച്ച് ദ റൈറ്റ് പ്ലേസ് എന്നൊക്കെ ഉള്ളൊരു അഷുറൻസ് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു സൈൻ പോസ്റ്റ് ദ പേഷ്യൻറ്റ് ആൻഡ് ഗ്യാദർ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ബിഫോർ പ്രൊസീഡിങ് ഫർദർ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നു. അതിനുശേഷം ഈ കിട്ടിയ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു ഗിവ് മോർ എക്സ്പ്ലനേഷൻസ്. ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ കണ്ടീഷന് കാരണം എന്നുള്ള രീതിയിൽ നമ്മളൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് വൺസ് യു explain that, now we are going to give an advice. നിങ്ങൾക്ക് ഇന്ന കണ്ടീഷനാണ്, പക്ഷേ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്വൈസും സജഷൻസും പറഞ്ഞു കൊടുക്കുന്നു. വൺസ് യു ഹാവ് ഡൺ ദാറ്റ് നമ്മളൊരു റീഅഷുറൻസ് കൊടുക്കുന്നു. അതാണ് നെക്സ്റ്റ് സ്റ്റേജ്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് അയാൾ എൻകറേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ റിക്കവർ ആകും എന്ന് അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ 7th വൺ ഇസ് കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യമാണ്. എക്സാക്ട്ലി. നമ്മൾ ഓരോ ക്യൂ കാർഡ് എടുത്ത് നോക്കിയാലും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു 7 സ്റ്റെപ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് തന്നെ കറക്റ്റായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഈസി. Okay, so you do not have to worry about it. Now coming to sentence construction, അത് എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ബട്ട് ഐ ഹാവ് ടോട്ട് യു എ വെരി ഈസി മെത്തേഡ് ടു ഡു ഇറ്റ്. റൈറ്റ്, നമ്മൾ ആക്ഷൻ വേർബ്സ് കണ്ടുപിടിക്കുന്നു, കീവേഡ്സ് എലാബറേറ്റ് ചെയ്യുന്നു. എല്ലാ ടാസ്കിലും ആക്ഷൻ വേർബ്സ് ഉണ്ട്. Can you please tell some of the action verbs? I would like to tell. അത് നമ്മൾ ഏതിനായിരിക്കും യൂസ് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ എന്നൊരു വാക്കാണ് നമ്മുടെ ആക്ഷൻ വേർബ് എങ്കിൽ യു ക്യാൻ സേ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു. റൈറ്റ്, ഇനിയിപ്പോൾ അവിടെ ആസ്ക് ആണെങ്കിൽ if you don't mind could you please tell me this, അല്ലെങ്കിൽ I would like to ask you this. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ആക്ഷൻ വേർബിന് ഇലാബറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ ടാസ്കിലേക്കുള്ള ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് കിട്ടും. പിന്നെ ആ ടാസ്കിലെ കീവേഡ്, keyword means the words which carry the information. അപ്പോൾ ആ കീവേഡ് ഇൻക്ലൂഡ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസ് കൂടെ ഉണ്ടെങ്കിൽ സെന്റൻസ് കൺസ്ട്രക്ഷൻ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രശ്നമില്ലാണ്ട് ചെയ്യാൻ പറ്റും. സ്പീക്കിംഗ് അബൌട്ട് ദ ബുള്ളറ്റ് പോയിന്റ്സ്, എബിൻ പറഞ്ഞ പോലെ ഇത്രയും ലെങ്ത് കാണുമ്പോൾ ഇതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുമോ, എനിക്ക് ഈ ടൈമിനുള്ളിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളൊരു കൺസേൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഐ ഹാവ് എ ഹാപ്പി ന്യൂസ്, ഈ ബുള്ളറ്റ് പോയിന്റ്സ് ഒന്നും മാൻഡേറ്ററി അല്ല. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ഏരിയയിലുള്ള ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ്സ് നമ്മൾ എന്തായാലും ചോദിക്കണം. കാരണം ഒരാളുടെ ഹെൽത്തിനെ പറ്റിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ്, അത് റെലവെന്റ് ആണ്. കാരണം ഇപ്പൊ എബിൻ എൻ്റെ പേഷ്യൻ്റ് ആണെങ്കിൽ എബിനോട് എനിക്ക് തോന്നിയ ചോദ്യം മാത്രം ചോദിച്ചാൽ പോരല്ലോ. എബിൻ്റെ സിംറ്റംസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കളക്ട് ചെയ്താലേ എനിക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളെല്ലാം തന്നെ ചോദിക്കുക. പക്ഷെ താഴത്തോട്ട് വരുമ്പോൾ ഉള്ള ടാസ്കുകളിലെ സജഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസോ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികളോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ആ ബുള്ളറ്റ് പോയിന്റ്സ് മീൻസ് ആസ് എ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹിന്റ് ആണ്, ഇവിടെ ഇതൊക്കെ പറയാം. അതാണ് നമുക്ക് എക്സെട്ര എന്ന് തന്നിരിക്കുന്നത്. ഇഫ് യു ഹാവ് നോട്ടീസ്ഡ് യു കുഡ് ഹാവ് സീൻ ബ്രാക്കറ്റിലെല്ലാം എക്സെട്ര തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് ഇതുപോലെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നുള്ള എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ബുള്ളറ്റ് പോയിന്റ്സ് എല്ലാം പറയണമെന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന ഹിൻസ് ആണ്. ഓക്കെ, കാരണം എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടില്ല, എല്ലാ കണ്ടീഷനും എല്ലാവർക്കും
അറിയണം നിർബന്ധമില്ല. സോ അപ്പോൾ ഇതാണ് ഈ കണ്ടീഷൻ എന്ന് നമുക്കൊരു ഹിൻഡ് തരുന്ന ഒരു പാരാമീറ്റർ മാത്രമാണ് ബുള്ളറ്റ് പോയിന്റ്സ്. സോ അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് കണ്ടിട്ട് ഡു നോട്ട് ഫ്രീക്ക് ഔട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ മിസ്, ഇപ്പോൾ ആക്ച്വലി 3 കാര്യം എനിക്ക് പറഞ്ഞു തന്നു. ഒന്ന് ഇൻ ജനറൽ എങ്ങനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുക, പിന്നെ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ പറ്റി പറയേണ്ടതെന്ന് പറഞ്ഞു, പിന്നെ ബ്രാക്കറ്റിൽ കുറേ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കേണ്ടതെന്ന് പറഞ്ഞു. സി ഓഫ് കോഴ്സ് ഞാനിത് പഠിച്ചു, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം അല്ലെങ്കിൽ ഈ മനസ്സിലാക്കിയ കാര്യം എനിക്ക് വീട്ടിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും എനിക്ക് ഒരു ട്രെയിനറിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഗ്യാപ്പ് ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യും? സി നമ്മൾ വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും ഉള്ളതാണ് എനിക്ക് സ്പീക്കിംഗ് പാർട്ട്ണർ ഇല്ല, ഓക്കെ, ഞാൻ ഒറ്റയ്ക്കാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. യു ഡു നോട്ട് നീഡ് എ സ്പീക്കിംഗ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ഒരാളോട് സംസാരിക്കുകയേ വേണ്ടെന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒരാളോട് സംസാരിച്ച്, കാരണം അപ്പുറത്തിരിക്കുന്ന ആൾ അയാളുടെ ഇമോഷണൽ ലെവൽ അയാൾ സംസാരിക്കുമ്പോൾ എങ്ങനെ അത് നമുക്ക് എന്താ പറയുക അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, ഇനി ഒരു പാർട്ട്ണർ ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഡോണ്ട് വറി, talk to yourself. Imagine that there is ഒരു മിററോ അല്ലെങ്കിൽ ഒരു വോളോ നോക്കിയിട്ട് അവിടെ ഒരു പേഷ്യൻ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ പറയുന്ന ഡയലോഗ്സിന് പേഷ്യൻ്റ് ഏറ്റവും ഡിഫിക്കൾട്ട് റിപ്ലൈ ആണ് തരുന്നതെന്ന് നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്യാം. ഡു നോട്ട് ഗോ ഫോർ ദി ഈസി റിപ്ലൈസ്. ഓക്കെ, പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദി വേഴ്സ്റ്റ് തിങ്സ്. ഓക്കെ, ആ ഒരു ഫയർ ഒന്ന് ജനറേറ്റ് ചെയ്യുക. അപ്പം പേഷ്യൻ്റ് ഏറ്റവും ഡിഫിക്കൾട്ട് ആയിട്ടൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ എന്ത് പറയണമെന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സോ വൺസ് യു ആർ പ്രിപ്പയർഡ് ഫോർ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് യു ക്യാൻ ഡീൽ വിത്ത് ഇറ്റ് വെൻ യു കം ഫോർ ദി regular ones here. അപ്പോൾ പാർട്ട്ണർ ഇല്ല എന്ന് പറഞ്ഞാൽ യു ഡു നോട്ട് ഹാവ് ടു വറി, അങ്ങനെ ചെയ്യാം. പിന്നെ യു ഓൾ നോ ദാറ്റ് IILTയിൽ വന്നാലും നമ്മുടെ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കോൺടാക്ട് വെച്ചിട്ട് യു ക്യാൻ ഡു ദാറ്റ്. അല്ലെങ്കിൽ IILTയുടെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ അവിടെ നമുക്ക് സ്പീക്കിംഗ് പാർട്ട്നേഴ്സിനെ കിട്ടും. അപ്പോൾ പാർട്ട്നേഴ്സിനെ കിട്ടാനാണെങ്കിൽ ഡു നോട്ട് വറി അബൌട്ട് ഇറ്റ് ആസ് വെൽ. ഇനി പാർട്ട്ണർ ഇല്ല എന്നാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. ഓക്കെ മിസ്, ഓക്കെ മിസ്, താങ്ക് യു. സോ ഇനിയിപ്പം ഒരാൾ ചോദിച്ചാണ് ക്യൂ കാർഡ് ചെറുതായാൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇപ്പോഴത്തെ ക്യൂ കാർഡ്സ് ചെറുതല്ല, അത്യാവശ്യം എബിൻ പറഞ്ഞ പോലെ ബുള്ളറ്റ് പോയിന്റ്സ് ഒരുപാടുള്ള ക്യൂ കാർഡ്സ് ആണ് വരുന്നത്. അത് റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ആണ്, കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ക്യൂ കാർഡ്സ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ക്യൂ കാർഡ് ചെറുതാവില്ല, കാരണം വലുതായിരിക്കും. അതായത് 3 മിനിറ്റ്സിൽ വായിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു കൺസേൺ. അപ്പം അത് ആ റീഡിങ് എബിലിറ്റി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ക്യൂ കാർഡ്സ് എന്തായാലും ചെറുതായിരിക്കും. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ തന്നെ യു ക്യാൻ ഇൻപുട്ട് എ ലോട്ട് ഓഫ് റിയഷുറൻസ് സ്റ്റേറ്റ്മെന്റ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറഞ്ഞാൽ, അതായത് 5 മിനിറ്റ് നിങ്ങളൊരു എൻഗേജിങ് കോൺവെർസേഷനിൽ നിന്നാൽ മാത്രം മതി. ദാറ്റ്സ് വാട്ട് യു ക്യാൻ ഡു. ഓക്കെ മിസ്, താങ്ക് യു. സോ അടുത്തത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില വാക്കുകൾ അറിയത്തില്ലെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ അത് കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലൊരു ഒരു ടേം ആയിരിക്കാം, അറിയത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? That's a very brilliant question. അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ what you can do is 3 minutes preparation time you can ask the interlocutor and he will explain to you. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്, ഞാൻ എന്ത് ചെയ്യും, ഇയാളോട് എങ്ങനെ ഞാൻ ചോദിക്കും. ഡോണ്ട് വറി അറ്റ് ഓൾ. നിങ്ങളുടെ ഇൻ്റർലോക്യൂട്ടറിനോട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആസ്ക് ഹിം, ഐ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദറ്റ്, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ. അതെൻ്റെ മാർക്കിനെ ബാധിക്കുമോ? നോട്ട് അറ്റ് ഓൾ. ഓക്കെ, കാരണം അത് നമ്മൾ 3 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈമിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ റോൾ പ്ലേയിൽ ചോദിക്കുന്ന ഒരു കാര്യമില്ല. എപ്പോഴും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ മനസ്സിലാക്കി മുന്നോട്ട് പോകരുത്. സ്റ്റുഡൻസിന് അങ്ങനെ എപ്പോഴും തെറ്റിപ്പോകുന്ന 2 വാക്കുകൾ അല്ലെങ്കിൽ 2 ആക്ഷൻ വേർബ്സ് ആണ് റെസിസ്റ്റ്, എക്സ്പ്ലോർ. റെസിസ്റ്റ് ദ ഇൻഫർമേഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ എക്സ്പ്ലോർ ദി റെലവൻസ് ഓഫ് ദിസ് എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കുറേ പേർക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഡിനൈ ചെയ്യുക. പൊളൈറ്റായിട്ട് നമ്മൾ ഇപ്പോൾ പേഷ്യൻറ്റ് ചോദിക്കുകയാണ്, സോ വെൻ ക്യാൻ ഐ ഗോ ഹോം, എൻ്റെ ഡിസ്ചാർജ് എപ്പോഴായിരിക്കും ചോദിക്കുമ്പോൾ നിങ്ങളുടെ ടാസ്ക് ചിലപ്പോൾ റെസിസ്റ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ഡിസ്ചാർജ് എന്നായിരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഒന്നുമില്ല, നമുക്ക് ഒരാളുടെ മുഖത്തൊക്കെ പെട്ടെന്ന് പേഷ്യനോട് നോ ഐ കാൻ സേ ദാറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് വാട്ട് യു ക്യാൻ സേ ഈസ് ഐ എം അഫ്രേഡ് ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു സേ ദാറ്റ്. അത്രയുള്ള അവിടുത്തെ കാര്യം. ആ റെസിസ്റ്റ് എന്താണെന്ന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, എന്താണ് ഈ റെസിസ്റ്റ്, കാരണം അങ്ങനെ കണ്ടിട്ടില്ലായിരിക്കും ചിലപ്പോൾ. പിന്നെ എക്സ്പ്ലോർ ദ റെലവൻസ് ഓഫ് ദിസ്. എക്സ്പ്ലോർ ഒരു പക്ഷേ എല്ലാവർക്കും തന്നെ മനസ്സിലാവും, എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഔട്ട് എന്നൊരു മീനിങ്. പക്ഷേ എക്സ്പ്ലോർ ദ റെലവൻസ് ഓഫ് ദിസ് വിത്ത് ദ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഇറ്റ് എന്ന് ചിലപ്പോൾ ഒരു കൺസേൺ വരാം, മീനിങ് മനസ്സിലായില്ല. അപ്പോൾ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈ റെലവൻസ് എന്ന് പറയുമ്പോൾ ദ നോർമൽ മീനിങ് ഈസ് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുമായിട്ട് പേഷ്യൻറ്റിന് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് ആ മീനിങ് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക, വാട്ട് യു എക്സാക്ട്ലി മീൻ ബൈ ദിസ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. ദാറ്റ് പേഴ്സൺ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. Okay, so that is how you can clear the vague sentences or words which are given on the cue card. പക്ഷേ ഇതെല്ലാം ഒരു 3 മിനിറ്റിൽ തീർന്നിരിക്കണം.
യെസ്, അതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അവസാനത്തേക്ക് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സമയം കിട്ടില്ല. സോ അപ്പോൾ അതുകൊണ്ട് ഡൗട്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് മൂവ് ഓൺ ടു ദി റീഡ് എൻറ്റയർ തിങ് ആൻഡ് ദെൻ ആസ്ക്. അതുപോലെ പേര് ചോദിക്കുന്നതും പേഷ്യൻ്റെ പേര് ചോദിക്കുന്നതും എപ്പോഴും തുടങ്ങാൻ പോകുന്നതിന് മുന്നോട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം കൂടെ പോവുകയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചൊരു ചോദ്യം, കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റക്കായിപ്പോയെന്ന് ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഹൗ ടു റീസ്റ്റാർട്ട്? യെസ്, ഇതിന് നമുക്ക് കുറച്ച് ടെക്നിക്കൽ സൈഡും ഉണ്ട്. പിന്നെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് കോൾഡ് മാപ്പിംഗ് മെത്തേഡ്. മാപ്പിംഗ് മെത്തേഡ് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് നോക്കേണ്ട, ഐ ഹാവ് ടോട്ട് യു ദിസ്. സോ മാപ്പിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ടാസ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടാസ്ക് പ്രോഗ്രഷൻ, ഓരോ ടാസ്കിലും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. സോ ഐ ഹാവ് ടോട്ട് യു 2 ways of task progression. The first one is by using connectors. Second one is by using questions. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അടുത്ത ടാസ്ക് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ പറഞ്ഞ ടാസ്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ള രീതിയിൽ ഒരു കാര്യമാണ് അടുത്തതിൽ പറയുന്നതെങ്കിൽ യു ക്യാൻ യൂസ് മോർ ഓവർ ഇൻ അഡീഷൻ ടു ദിസ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ വാട്ട് യു ക്യാൻ ഡു ഇസ്, നിങ്ങളുടെ ക്യൂ കാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 2 3 അല്ലെങ്കിൽ ഡോട്ട്സ് ഉണ്ടാകുമല്ലോ, ഒരു ബുള്ളറ്റ് പോയിന്റ്സ്, അവിടെ നിന്ന് ഇങ്ങനെ ഒരു ആരോ, ഡൗൺ ആരോ അടുത്ത ടാസ്കിലേക്ക് കാണിച്ചിട്ട് അവിടെ കണക്ടർ ആണെങ്കിൽ ജസ്റ്റ് പുട്ട് എനി ഷോർട്ട് ഫോം ഫോർ ദാറ്റ് പർട്ടിക്കുലർ കണക്ടർ. ഇപ്പോൾ മോർ ഓവർ ആണെങ്കിൽ ജസ്റ്റ് പുട്ട് എംഒ. ആ എംഒ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി ഇത് മോർ ഓവർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടാസ്ക് തേർഡ് ടാസ്കിലേക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഞാൻ ചോദ്യമാണ് ചോദിക്കേണ്ടത്. സോ ഇങ്ങനെ നിങ്ങൾ മാപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഈ സ്റ്റക്കായി പോയാൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ഗൈഡൻസ് ഉണ്ട്, അടുത്തത് എന്താണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മളിങ്ങനെ മാപ്പ് ചെയ്ത് വെച്ചപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ, അതായത് നമ്മുടെ ക്യൂ കാർഡിൻ്റെ ഓരോ ടാസ്കിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ കീ വേർഡ്സ് അല്ലെങ്കിൽ ആ ടാസ്കിൽ എന്താണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് കൂടെ എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഐഡിയ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്യൂ കാർഡ് വായിക്കുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയി പോകാറുണ്ട്. ഓക്കെ, ഇനി എന്താ, നമുക്ക് കണ്ണിലൊക്കെ ഇരുട്ട് കയറാം, ടെൻഷൻ കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ചിലർ തലയിറങ്ങി വീണിട്ടുണ്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് ദാറ്റ് മൈറ്റ് ഹാപ്പൻ. ഓക്കെ, ടച്ച് വുഡ് നത്തിങ് ഹാപ്പൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഇതുപോലെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ടാസ്കും വായിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ഓക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, യു ആർ ഗെറ്റിംഗ് ഹിൻസ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹിൻറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്റ്റക്കായി പോയാലും യു ക്യാൻ ഗെറ്റ് ബാക്ക്. മനസ്സിലായോ? പിന്നെ ഒക്കേഷണൽ ഹെസിറ്റേഷൻസ് ഓക്കെയാണ്, അത് നിങ്ങളുടെ ഫ്ലുവൻസിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യില്ല. പ്രൊവൈഡഡ് ഹെസിറ്റേഷൻസ് നിങ്ങളുടെ കോൺവെർസേഷൻ്റെ ഫ്ലോയിനെ അഫക്റ്റ് ചെയ്തിട്ടില്ലാത്ത പക്ഷം യു ഡു നോട്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, കാരണം ഇറ്റ്സ് നോർമൽ ടു ഗെറ്റ് സ്റ്റക്ക്. നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തെറ്റ് വരുത്തും, നമ്മൾ നിന്ന് പോകും. quite normal, don't worry, but we are not robots, right? അപ്പോൾ തെറ്റ് വന്നാലും അവർ നോക്കുന്നത് 5 മിനിറ്റ് നിർത്താതെ തെറ്റാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നല്ല, നിന്ന് പോയാലും എങ്ങനെ സംസാരിക്കുന്നു, തെറ്റിയാലും അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഇവർ നോക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് യു ഡു നോട്ട് ഹാവ് ടു വറി സോ മച്ച് അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്സ്. മിസ്, അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിൽ എനിക്ക് പറയുന്ന അനുന്യായിപ്പിക്കുക എന്നായിരുന്നു. അതായത് ഈ കൺസോൾട്ട് ദ പേഷ്യൻ്റ് അല്ലെങ്കിൽ പേഴ്സ്യൂഡ് പേഷ്യൻ്റ്, ഒരു ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ടാക്ടിക്കിലൂടെ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? യെസ്, ഇത് ഞാൻ കുറേ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടും അല്ലെങ്കിൽ ലൈവായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അജിറ്റേറ്റഡ് കേസസ് അല്ലെങ്കിൽ സ്റ്റബേൺ കേസസ്, റിലക്റ്റൻറ്റ് കേസസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡിഫെൻസീവ് ആവരുത്, നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയിട്ടുള്ളൊരു കേസാണ് ഡിലേ, അങ്ങനത്തെ ഒരു ക്യൂ കാർഡ് ഉണ്ട്. അത് പേഷ്യൻറ്റ് ബസ് പ്രസ് ചെയ്തിട്ടും നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ കുറച്ച് ഡിലേ ആയി, പേഷ്യൻ്റ് അങ്ങോട്ട് നമ്മൾ പിന്നെ അങ്ങ് ചെന്നപ്പോഴേക്കും പേഷ്യൻറ്റ് ഇസ് റിയലി ആംഗ്രി ബിക്കോസ് നമ്മുടെ ജസ്റ്റിഫിക്കേഷനാണ് ഭയങ്കര തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ, നമ്മൾ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ. അത് പേഷ്യൻറ്റിന് അറിയേണ്ട ആവശ്യമില്ല, അതൊരിക്കലും പേഷ്യൻറ്റിനെ ബാധിക്കുന്ന കാര്യമില്ല. പേഷ്യൻ്റ് നോക്കുമ്പോൾ പേഷ്യൻറ്റ് ടാക്സ് പേയിങ് സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ അയാൾ അവിടെ ബില്ല് കൊടുത്തിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിവിടെ ബിസിയാണെന്ന് പറയുന്നത് ഒരിക്കലും അയാളെ കംഫർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. സോ നോർമലി വാട്ട് സ്റ്റുഡൻസ് ഡു ഇസ് യു വിൽ ഗോ ആൻഡ് സേ ഐ എം റിയലി സോറി ഫോർ ദ ഡിലേ, ദ റീസൺ വാസ് ബിക്കോസ് ദർ വാസ് എ ഡിലേ ഇൻ ദ ഹോസ്പിറ്റൽ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. The patient doesn't need to understand that. നമുക്ക് കാര്യം പറയാം, ഇതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലെങ്കിൽ വരാനൊരു ഡിലേ ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞിട്ട് പറയാം, ബട്ട് ദാറ്റ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ റഫ് എക്സ്പീരിയൻസ് യു ഹാഡ്. അങ്ങനത്തെ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം, ആൻഡ് ഐ അഷ്യൂർ യു ദാറ്റ് ദിസ് വിൽ നോട്ട് ഹാപ്പൻ അഗൈൻ. അങ്ങനെ പറയുമ്പോൾ വി ആർ നോട്ട് ബീങ് ഡിഫെൻസീവ്, വി ആർ ജസ്റ്റ് ലെറ്റിംഗ് ദ പേഷ്യന്റ് നോ വൈ വി വർ ലേറ്റ് ആൻഡ് വി ആർ അഷ്യൂറിംഗ് ദിസ് വിൽ നോട്ട് ഹാപ്പൻ അഗൈൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ദ പേഷ്യന്റ് ഈസ് ഓക്കെ, ഐ എം അണ്ടർസ്റ്റാൻഡിങ് that.
That is how you should do. അല്ലാതെ നമ്മൾ ഡിഫെൻസീവായിട്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഐ എം സോറി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, യു ക്യാൻ ടെൽ ഓക്കെ ഇതാണ് റീസൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെർസ്വേഡ് ചെയ്യണം അല്ലെങ്കിൽ കൺസോൾ ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ദ മെത്തഡ് യു ക്യാൻ യൂസ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ റീഅഷ്യൂർ ചെയ്യും, അതായത് പേഷ്യൻ്റ് എന്ത് റിക്വയർമെൻ്റ് ഉണ്ട്, എന്താണ് അയാൾ ട്രിഗർ ചെയ്ത ഫാക്ടർ, ആ ഫാക്ടർ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് സംസാരിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് അവരെ ഒന്നുകൂടെ ഒന്ന് കൺസോൾ ചെയ്യാനോ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാനോ സാധിക്കും. ബേസിക്കലി അവർ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. യെസ്, സോ യു ഹാവ് ടു പ്രൊവൈഡ് എ ലോട്ട് ഓഫ് സിറ്റുവേഷണൽ അക്നോളജ്മെന്റ്സ്. സിറ്റുവേഷണൽ അക്നോളജ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷനിൽ പേഷ്യൻ്റ് പറഞ്ഞ കൺസേൺ മനസ്സിലാക്കുക, എന്നിട്ട് ആ കൺസേൺ തിരിച്ച് എനിക്ക് ഇതൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ എന്ന് മനസ്സിലായി എന്ന് തിരിച്ച് അങ്ങോട്ട് പറയുന്നതാണ് സിറ്റുവേഷണൽ അക്നോളജ്മെന്റ്സ്. ഇഫ് ദ പേഷ്യന്റ് ടെൽസ് യു ഐ വോണ്ട് ടു ഗോ ഹോം, മൈ സ്പൗസ് ഈസ് അലോൺ ആൻഡ് ദർ ഇസ് നോ വൺ ടു ലുക്ക് ആഫ്റ്റർ ഹെർ എന്ന് പറഞ്ഞാൽ യു ക്യാൻ സേ ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ വറീഡ് അബൌട്ട് യുവർ സ്പൗസ്. കാരണം അയാൾ അവിടെ പറഞ്ഞത് എന്താണ്, അയാളുടെ സ്പൗസ് ഒറ്റയ്ക്കാണ്, എനിക്ക് പോകണം. അപ്പോൾ വി അണ്ടർസ്റ്റുഡ് സ്പൗസിനെ കുറിച്ച് ഓർത്ത് അയാൾ വറീഡ് ആണ്. അപ്പോൾ യു ക്യാൻ സേ ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു വറീഡ് അബൌട്ട് യുവർ സ്പൗസ്, ബട്ട് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ ബിക്കോസ് യുവർ കണ്ടീഷൻ ഈസ് വേഴ്സ്. വി ക്യാൻ മേക്ക് സം അറേഞ്ച്മെന്റ്സ് ടു ലുക്ക് ആഫ്റ്റർ യുവർ വൈഫ് അറ്റ് ഹോം. അങ്ങനെ പറയുമ്പോൾ നമ്മളവിടെ ആ സിറ്റുവേഷനായിട്ട് മനസ്സിലാക്കി അയാൾക്ക് ഒരു പ്രോപ്പർ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ബൂസ്റ്റ് യുവർ സ്കോർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അവരെ ട്രിഗർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. അതിനാണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് പേഷ്യൻസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയൻ തന്നെ ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാം. ഓക്കെ, ഗോട്ട് ഇറ്റ്. താങ്ക് യു മിസ്. സോ മിസ്, എന്താണ് സൈൻ പോസ്റ്റിംഗ്, അതെങ്ങനെ മാസ്റ്റർ ചെയ്യാം? ഓക്കെ, സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സൈൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ലെഫ്റ്റ് പോവുക, റൈറ്റ് പോവുക, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഒരു 500 മീറ്റേഴ്സിലോ 200 മീറ്റേഴ്സിലോ ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ സ്കൂൾ അഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സയൻസ് ഒക്കെ തരാം. വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ്? ഒരു ഡ്രൈവർ എന്ന നിലയിൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിന് മുന്നേ ഞാൻ അവെയർ ആവും. ആക്ച്വലി അവിടെ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. ഇറ്റ് ഈസ് ഗിവിംഗ് യുവർ ഹെഡ്സ് അപ്പ്. ഇതിൽ മുന്നേ ഇതൊരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ യു വിൽ ബി റെഡി ഫോർ ഇറ്റ്, റൈറ്റ്? അങ്ങനെ റെഡി അല്ലാതെ ചെല്ലുവാണെങ്കിൽ ദർ ക്യാൻ ബി ആക്സിഡൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻറ്റിനെ അടുത്തത് എന്താണെന്ന് അറിയിച്ച് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യിക്കുന്നതാണ് സൈൻ പോസ്റ്റിംഗ്. ഓക്കെ, അതായത് നമ്മൾ ഇനി അടുത്ത് ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇനി ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് പേഷ്യനോട് പറയുമ്പോൾ പേഷ്യൻ്റ് അവിടെ റെഡിയാണ്. ഓക്കെ, എന്നോട് ഇപ്പോൾ എബിൻ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ പ്രൊവൈഡിങ് സ്ട്രക്ചർ എന്ന് പറയുന്ന ക്രൈറ്റീരിയനിൽ ക്ലിയർ ആയിട്ട് അവരെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് സൈൻ പോസ്റ്റിംഗ്. സൈൻ പോസ്റ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ടോപ്പിക്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കാളും ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക് വരുമ്പോൾ അവിടെ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുക. Okay, now I'll discuss few measures. Okay, moving on, let's discuss the treatment options. അങ്ങനെ പറയുമ്പോൾ പേഷ്യൻ്റ് അതിന് അവെയർ ആണ്. ഓക്കെ, ഇനി ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റി വരും. അതാണ് സൈൻ പോസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മാസ്റ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം അടുത്തത് എന്താണെന്നുള്ളത് മുന്നോട്ട് പറയാൻ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ലല്ലോ. മൂവിങ് ഓൺ അല്ലെങ്കിൽ നൗ. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദിസ്. അതൊക്കെയാണ് നമ്മുടെ സൈൻ പോസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. യെസ്, താങ്ക് യു മിസ്. പിന്നെ can we use myself during self introduction? No, you can't. I've heard a lot of people using myself. Okay, so myself അല്ലെങ്കിൽ herself അങ്ങനെയൊക്കെ പറയുന്നത് റിഫ്ലെക്റ്റീവ് പ്രോനൗൺസ് ആണ്. ശരി. റിഫ്ലെക്റ്റീവ് മീൻസ് റിഫ്ലക്ഷൻ മീൻസ് വാട്ട്? എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ അതിന് റിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. ശരി, ഗോട്ട് ഇറ്റ്? Okay. സോ ഇപ്പം ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ ആരും പോയി നോക്കുന്നില്ലെങ്കിൽ അതിന് റിഫ്ലക്ഷൻ കാണോ? ഇല്ല, നമ്മൾ പോയി നോക്കുമ്പോഴായിരിക്കും നമ്മുടെ റിഫ്ലക്ഷൻ അവിടെ വരുന്നത്. സോ ലൈക്ക് വൈസ് റിഫ്ലെക്റ്റീവ് പ്രോനൗൺസിനും അവരുടെ മുന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇവർക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. They cannot stand alone. I myself അല്ലെങ്കിൽ she herself, they themselves എന്ന് പറയുമ്പോൾ മാത്രമേ ഈ റിഫ്ലെക്റ്റീവ് പ്രോനൗൺസിന് അവിടെ മീനിങ് ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ മൈസെൽഫ് റിച്ച is wrong, I am Richa. ഓക്കെ, ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ്, ഞാനത് ഒറ്റയ്ക്ക് ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫൈൻ. അതല്ലാതെ മൈസെൽഫ് റിച്ച എന്നോ അല്ലെങ്കിൽ മൈസെൽഫ് എബിൻ എന്നോ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് ഐ ആം, അതർവൈസ് മൈ നെയിം ഈസ്. ഓക്കെ. അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു തെറ്റായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ എററാണ്. പക്ഷേ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്, വിച്ച് ഇസ് റോങ്. അതൊരു റിഫ്ലെക്റ്റീവ് പ്രോനൗൺ ആണ്. സോ ഇപ്പോൾ റിഫ്ലെക്റ്റീവ് പ്രോനൗൺസിന് ഒരിക്കലും അലോൺ ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോനൗൺ എൻ്റെ ഫ്രണ്ടിൽ വേണം. ഓക്കെ, താങ്ക് യു മിസ്. അത് ഇനി അടുത്തൊരു നമ്മുടെ ചാനലിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. സപ്പോസ് ഈ ഫോർഗോട്ട് ടു ആസ്ക് പേഷ്യൻസ് നെയിം
അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബി സ്കോർ പോകുമോ? ഓക്കെ, ദ തിങ് ഈസ് നെയിം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു അൺനോൺ പേഷ്യൻറ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട്, ഇതൊക്കെ ഒരു ടെക്നിക്കൽ സൈഡാണ്. ഒരു ഹോസ്പിറ്റലിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ടെക്നിക്കൽ സൈഡാണ്. പിന്നെ പേരിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ വന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് എബിൻ എന്ന് ഞാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എബിൻ്റെ ശ്രദ്ധ കിട്ടും. എന്തിനാണ് ഇപ്പോൾ പേര് വിളിച്ചത്? സോ നെയിം ഹാസ് ഗോട്ട് ദാറ്റ് പവർ. വെൻ സമൺ കോൾസ് യുവർ നെയിം, you are relating to that person, okay, why, or you are getting that attention. അതുപോലെ പേഷ്യനോട് സംസാരിക്കുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പേഷ്യൻ്റ് ഹാസ് ദി കംപ്ലീറ്റ് ഓർ അൺഡിവൈഡഡ് അറ്റൻഷൻ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അതുകൊണ്ട് പേര് ഇമ്പോർട്ടൻ്റ് ആണ്. പേര് നിങ്ങൾ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ ബി ഗ്രേഡ് കിട്ടാതെ വരില്ല. ബട്ട് ദെൻ അഗെയിൻ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലൊക്കെ ചിലപ്പം ഇറ്റ് മൈറ്റ് എഫക്ട് യുവർ സ്കോർ അഗെയിൻ ചിലപ്പോൾ. ഇനി പേര് നിങ്ങൾ ചോദിക്കാൻ വിട്ടുപോയാൽ ഡോണ്ട് വറി, യു ഹാവ് 3 methods. First one is, എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഡോണ്ട് വറി. ദ ഫസ്റ്റ് തിങ് ഈസ്, നമ്മൾ ഇന്റർലോക്യൂട്ടർ നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന സമയത്ത് ഇന്റർലോക്യൂട്ടർ വിൽ ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്, ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ പറയുമല്ലോ. ആ പേര് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് നെയിം. ഓക്കെ, ഇപ്പം ഞാനാണ് ഇന്റർലോക്യൂട്ടർ ഉണ്ടെങ്കിൽ വെൻ യു കെയിം ടു ദ റൂം ഐ ഇൻട്രൊഡ്യൂസ് ആൻഡ് ഐ ടോൾഡ് യു മൈ നെയിം ഇസ് റിച്ച കാരോലൈൻ, യു ക്യാൻ കോൾ മി മിസ് കാരോലൈൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു റിമെമ്പർ ദാറ്റ് നെയിം യു ക്യാൻ യൂസ് ദാറ്റ് നെയിം ഫോർ ദ റോൾ പ്ലേ. ഓക്കെ, അല്ലെങ്കിൽ 3 minutes പ്രിപ്പറേഷൻ ടൈം, ദാറ്റ് ഇസ് സെക്കൻഡ് വേർഡ്, യു ക്യാൻ ആസ്ക് ദ ഇന്റർലോക്യൂട്ടർ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പേഷ്യന്റ്. ഇനി അതും ചോദിക്കാൻ പറ്റുമോ? ബിക്കോസ് വിച്ച് ഇസ് പോസിബിൾ. കാരണം ടെൻഷൻ്റെ സമയത്ത് നമ്മൾ ഇതൊന്നും ഓർക്കില്ല. ചിലപ്പോൾ പേര് വിട്ടു പോവാം, അല്ലെങ്കിൽ പറഞ്ഞ പേര് ചിലപ്പോൾ മറന്നു പോവാം. അത് വേറൊരു കൺസേൺ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ വാട്ട് യു ക്യാൻ ഡു ഇസ്, ഇന്റർലോക്യൂട്ടറിൻ്റെ ജെൻഡർ ഏതാണ്? ഇഫ് ഹീസ് എ മെയിൽ യു ക്യാൻ യൂസ് എ മെയിൽ നെയിം, എനി മെയിൽ നെയിം. Okay. Mr. David, Mr. Peter, anything. If it is a female, use a female's name. Okay, so this can also be done. In case our പേരൊരെണ്ണം പറഞ്ഞു അതാണ് നിങ്ങൾ മറന്നു പോയതെങ്കിൽ you have to ask again, like for the verification could you please help me with your name. Okay, so flowil തന്നെ ചോദിക്കും. ആ ഒരു ഫ്ലോയിൽ തന്നെ for the verification could you please tell me your name. Okay, ഇനി അതുമല്ല പേര് പറയുമ്പോൾ മറക്കാതിരിക്കാൻ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് പേര് പറയുമ്പോൾ തന്നെ നോട്ട് ഇറ്റ് ഡൗൺ. ചിലർക്ക് പേര് മറന്നു പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെ മറന്നു പോകുന്ന ഒരു പ്രോബ്ലം ഉള്ളവരാണ് നിങ്ങൾ റൈറ്റ് ഇട്ടാം. പക്ഷെ എഴുതുമ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പേഷ്യൻ്റെ പേരിക്കും മേ നോ യുവർ നെയിം, പേഷ്യൻ്റ് ടോൾ മൈ നെയിം ഈസ് മിസ് സാറ, അപ്പോൾ ഉടനെ തന്നെ കുറച്ചൊരു മിണ്ടാതിരുന്നിട്ട് സാറാന്ന് എഴുതുക. അങ്ങനെ ഡിലേ വരരുത്. നമ്മളിങ്ങനെ തന്നെ നിൽക്കട്ടെ, ഓക്കെ സാറ ജസ്റ്റ് റൈറ്റ് ഇട്ട്, നമ്മൾ അല്ലാതെ കുനിഞ്ഞിരുന്ന് മിണ്ടാതിരുന്നിട്ട് ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഒരു പേഷ്യൻറ്റ് അത് നോൺ ആണോ അൺനോൺ ആണോ? സപ്പോസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യം, ബിക്കോസ് അത് ഹറിയിലായിരിക്കുമല്ലോ നമ്മളെല്ലാം ചെയ്യേണ്ടത്, അപ്പോൾ ആ ഏത് സമയത്തായിരിക്കാം പേര് ചോദിക്കേണ്ടത് നല്ലത്? നമ്മൾ എപ്പോഴായിരിക്കും ആപ്റ്റായിട്ട് ചോദിക്കാം? Definitely I know that because the condition would be the first priority and documentation severity അനുസരിച്ച് ഡോക്യുമെന്റേഷൻ വരുന്ന സമയത്തായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ അടുത്ത് ചോദിച്ചു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എപ്പോഴാണ് നോൺ ആവുന്നത്, എപ്പോഴാണ് അൺനോൺ ആവുന്നത്, എപ്പോഴാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പേര് ചോദിക്കേണ്ടത്? ഓക്കെ, എബിൻ പറഞ്ഞ പോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒരു അൺനോൺ കേസാണ്, പക്ഷേ ഭയങ്കര സിവിയറിറ്റി ഉള്ള ഒരു കേസായിട്ട്, ഇപ്പോൾ പേഷ്യൻറ്റിന് ബ്രത്ത് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ വന്നൊരു കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പേരും കഥയൊക്കെ ചോദിച്ചു വരുമ്പോൾ ചിലപ്പം ബ്രത്ത് കിട്ടാത്ത ആൾ അവിടെ ട്രബിൾ ആവാം. സോ അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോഴേക്കും ആദ്യം അവരുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യുക, എന്നിട്ട് അവരോട് ഡോണ്ട് വറി ലെറ്റ് മീ ലുക്ക് ഇൻ ടു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ ശേഷം മാത്രം ഡോക്യുമെന്റേഷൻ പർപ്പസിലേക്ക് പോവാം. ഇനി അതാണ് വാട്ട് യു ഹാവ് ടു ഡു വിസ്. അല്ലാത്തൊരു വലിയ സിവിയറിറ്റി കേസൊന്നും അല്ല എന്ന് തോന്നുന്ന കേസസിലാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി ചെയ്യുന്ന പോലെ ഗുഡ് മോർണിംഗ് മൈ നെയിം ഇസ് റിച്ച ഒക്കെ പറയുക. അതിനുശേഷം ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ചോദിച്ച് ഒരു കൺസേൺ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഐ ഹെൽപ്പ് യു ഒക്കെ ഓഫർ ചെയ്തതിന് ശേഷം യു ക്യാൻ കളക്ട് ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. ഇനി എങ്ങനെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നോൺ ആണോ അൺനോൺ ആണോ എന്ന് മനസ്സിലാവുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ അവർ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ, ബിക്കോസ് അവിടെ ഓൾറെഡി എക്സാമിൻഡ് ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സെറ്റിംഗ് ആയതുകൊണ്ട് മാത്രം അത് അൺനോൺ ആവണമെന്നില്ല. അത് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് എ നോൺ കേസ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ദാറ്റ് ഈസ് എ അൺനോൺ കേസ്. യെസ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചാണ്, എനിക്ക് മനസ്സിലുള്ളതെല്ലാം പറയാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ അറിയാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമാണോ, അതോ OETയുടെ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലോ അറിയാത്തതുകൊണ്ട് കുഴപ്പമാണോ, അതോ ഇത് എങ്ങനെയാണ് ആക്ച്വലി ഞാനത് ഹാൻഡിൽ ചെയ്യേണ്ടത്? So we actually addressed this question right in the beginning. Your first question was something related to it. അപ്പോൾ ഫ്ലുവൻസി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് 2 എണ്ണം ഉണ്ട്, which is
your mental fluency and your verbal fluency. അതായത് നമ്മൾ ഇവിടെ മാത്രം ഓർത്തിട്ട് കാര്യമില്ല, അത് ഇങ്ങോട്ടും നമുക്ക് വരണം എന്നുണ്ട്. അതായത് മെന്റൽ ആൻഡ് വെർബൽ ഫ്ലുവൻസി. സോ ഇതിൽ രണ്ടിലും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ മെന്റൽ ഫ്ലുവൻസി കൂട്ടാനായിട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ലേൺ വൊക്കാബുലറി വിച്ച് യു ആർ ഡൂയിങ് എവറി ഡേ. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ബോർഡിൽ യു റൈറ്റ് ഡൗൺ ദ വൊക്കാബുലറി, യു റൈറ്റ് ഡൗൺ ദ സിനോണിംസ് ആൻഡ് യു ലേൺ ഇറ്റ്, റൈറ്റ്? അതെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇംപ്രൂവിങ് യുവർ പ്രൊഫിഷ്യൻസി സ്കിൽ. നമ്മുടെ ഒരു ലാംഗ്വേജ് സെറ്റിലേക്ക് ഒരു ആഡ് ഓൺ ആണ് അത്. അത് നമ്മുടെ മെന്റൽ ഫ്ലുവൻസിയാണ്. പക്ഷെ എങ്ങനെ നമുക്ക് വെർബൽ ഫ്ലുവൻസി ആക്കാൻ പറ്റും? ആ പഠിക്കുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക. അത് മാത്രമല്ല വെൻ യു റീഡ് എലൗഡ്, എപ്പോഴും അത് നമ്മൾ കുഞ്ഞു കുട്ടികളെ ഉറക്കെ വായിച്ച് പഠിക്കുന്ന പറയണ ഓർക്കുന്നുണ്ട്. ലൈക്ക് വെൻ വി ആർ കിഡ്സ് ഓൾസോ ദ ടീച്ചേഴ്സ് വുഡ് ഓൾസോ സേ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്ന് പഠിക്കുമ്പോൾ പാരൻസ് വുഡ് ഓൾസോ സേ വായിച്ച് പഠിക്കാം. ഓക്കെ, ഉറക്കെ വായിച്ച് പഠിക്കുന്നത്. വൈ? ബിക്കോസ് വെൻ യു റീഡ് എലൗഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് രജിസ്റ്റേർഡ് വെരി ഈസിലി. സോ അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിലെ വലിയ വലിയ പാരഗ്രാഫ്സ്, എന്തെങ്കിലും ജേർണൽസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, ഈവൻ നിങ്ങളുടെ റീഡിംഗ് മെറ്റീരിയൽസ് ആണെങ്കിൽ പോലും എടുത്തിട്ട് ഉറക്കെ വായിച്ച് പഠിക്കാം. ഉറക്കെ വായിച്ച് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ ഒരു മസിൽ ഫ്ലെക്സിബിലിറ്റി കൂടെ വരും. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഉള്ള പ്രൊനൗൺസിയേഷൻ ഇഷ്യൂസ് ഒക്കെ ആ ഒരു മസിൽ ഫ്ലെക്സിബിലിറ്റി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മെന്റൽ ഫ്ലുവൻസ് നമ്മൾ കുറേ കാര്യങ്ങൾ സെന്റൻസുകൾ ബൈ ഹാർട്ട് പഠിച്ചാൽ മാത്രം പോരാ, അത് പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഫ്ലുവൻസി വരുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ ഇംപ്രൂവ് ദാറ്റ്. Okay, miss. Thank you. Yeah. Another question. Do you have more questions? Hardly 3 questions. Okay. Can I use have to in role play? Definitely, you can. Okay, ഈ have to, must, need to അല്ലെങ്കിൽ should ഇതൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള വേർഡ്സ് അല്ല. ദ റീസൺ ഇസ്, ഇത് ഉപയോഗിക്കരുതെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ട്രെയിനേഴ്സ് പറയാൻ കാരണം അത് നിങ്ങൾ തെറ്റായിട്ട് വോയിസ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. കാരണം ഈ ഹാവ് ടു ഷുഡ് എന്നൊക്കെ പറയുന്നത് ഡിമാൻഡിങ് ലാംഗ്വേജ് ആണ്. ഇഫ് ഐ ടെൽ യു മസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഐ എം ഗിവിംഗ് എൻ ഓർഡർ. അല്ലെങ്കിൽ യു ഷുഡ് ഡു ഇറ്റ് എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ, മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് ഇതൊക്കെ. സോ അപ്പോൾ അത് യു കനോട്ട് ഓർഡർ ദ പേഷ്യൻറ്റ് ടു ഡു സർട്ടൺ തിങ്സ്. പക്ഷേ ഇഫ് ഐ കം ആൻഡ് ടെൽ യു എബിൻ യു മസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിങ് യു മസ്റ്റ് ഡു ഇറ്റ്, you must do it എന്ന് പറയുന്നതിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് if you use a good voice modulation which is polite enough to convey things, you do not have to worry about using these words. You have to do this Mr. David. അത് പറയുന്നതും you have to do this Mr. David പറയുന്നത് നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട്. So you have to practice your voice modulation in a way that you're conveying the messages very politely to the patient. Then at that time you do not have to worry about it. അല്ലാതെ ചില കേസസിൽ നമുക്ക് ഇത് ഉപയോഗിക്കുക തന്നെ വേണം. ചിലപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ വാൺ ചെയ്യണം, ഇത് ഇത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പേഷ്യൻറ്റ് ഫേറ്റൽ ആകാം എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാതെ പറ്റില്ല. മിസ്റ്റർ ഡേവിഡ് യു ഷുഡ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്, അല്ലെങ്കിൽ യു ഷുഡ് ഡ്രിങ്കിങ് ടു മച്ച് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഷുഡ് തന്നെ വേണം. പ്ലീസ് ട്രൈ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഈവൻ കോസ് ദി ലൈഫ് ഓഫ് ദ പേഷ്യൻറ്റ്. ചിലപ്പോൾ പേഷ്യൻ്റ് അവിടെ ഫേറ്റൽ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. സോ അപ്പോൾ അവിടെ ആ ഒരു ഇൻറ്റൻസിറ്റി പറയണമെങ്കിൽ ആ വേർഡ് തന്നെ വേണം. പക്ഷേ ആ വേർഡ് പറയുമ്പോൾ യു ഷുഡ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയാതെ മിസ്റ്റർ ഡേവിഡ് യു ഷുഡ് ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ മിസ്, താങ്ക് യു. അടുത്തത് സെറ്റിംഗ്സ് നോൺ ആണെന്ന് വിചാരിക്കുക. ബൈസ്റ്റാൻഡറിലുള്ള കൺവെർസേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? നോൺ സെറ്റിംഗ് ആണ്, ബൈസ്റ്റാൻഡറിനോടാണ് സംസാരിക്കുന്നത്, പേഷ്യൻറ്റിനോട് അല്ലെങ്കിൽ. ഓക്കെ, സോ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ആസ്ക് ദ നെയിം ഓഫ് ദി പേഷ്യൻറ്റ് ഡ്യൂറിങ് ദ 3 minutes പ്രിപ്പറേഷൻ ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് പേഷ്യൻ്റെ പേര് കിട്ടും. എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് എബിൻ, വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് ഓൺ ഡ്യൂട്ടി ടുഡേ പറഞ്ഞതിന് ശേഷം യു ഹാവ് ടു ചെക്ക് ദി റിലേഷൻഷിപ്പ്, കൺഫേം ദി റിലേഷൻഷിപ്പ്. ഇപ്പോൾ നമ്മുടെ ക്യൂ കാർഡിൽ പാരൻറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് യു ക്യാൻ ഡു ഇസ് പേഷ്യൻ്റെ പേര് ഇപ്പോൾ ടോം എന്നാണെങ്കിൽ യു ക്യാൻ ആസ്ക് ആർ യു ടോംസ് മദർ. ഇനിയിപ്പോൾ ഇൻട്രോക്യൂട്ടർ ഒരു ആണാണെങ്കിൽ യു ക്യാൻ ആസ്ക് ആർ യു ടോംസ് ഫാദർ. ഓക്കെ, സോ യു ഗെറ്റ് ദ കൺഫർമേഷൻ ദെയർ. ആ കൺഫർമേഷന് ശേഷം യു ക്യാൻ ആസ്ക് ദ നെയിം, മേ നോ യുവർ നെയിം ഓൾസോ. അപ്പോൾ അയാളുടെ പേര് പറയും, അതിനുശേഷം യു ക്യാൻ ക്യാരി ഓവർ വിത്ത് ദ കോൺവെർസേഷൻ. ദാറ്റ്സ് ഹൗ യു ഡു ഇറ്റ്. ഓക്കെ മിസ്, താങ്ക് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പേരൻ്റെ കൺസേൺ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാൻ വി യൂസ് സൗണ്ട്സ് ലൈക്ക് ഓൾ റൈറ്റ്? യു ഷുഡ്. ഓക്കെ, പക്ഷേ ഓവർ ആവാതെ ശ്രദ്ധിക്കാൻ വേണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരാൾ നമ്മൾ അറ്റൻറ്റീവായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയായിരിക്കും? വി നോട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മളത് റിയാക്ട് ചെയ്യുന്നത്. വി ഗീവ് റെസ്പോൺസസ് റൈറ്റ് ലൈക്ക്. പക്ഷേ അമിതമായ അമൃതം വിഷമാണല്ലോ. ഓക്കെ, റൈറ്റ്. സോ വി കനോട്ട് ഓവർ യൂസ് ഇറ്റ്. വേണ്ട സ്ഥലത്ത് മാത്രം കുറച്ചായിട്ട് മാത്രം യൂസ് ചെയ്യാം. ദ റീസൺ വൈ യു ഹാവ് ടു യൂസ് ഇറ്റ് എന്ന് പറയാൻ കൂടെ കാരണം നമ്മളിത് റെക്കോർഡഡ് സെഷനാണ്. എക്സാമിന് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വേറൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറൊരു തേർഡ് അസസർ അത് കേൾക്കുന്ന സമയത്ത് അയാൾക്ക് അവിടെ നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ തലയാട്ടിയാൽ റെക്കോർഡിങ്ങിൽ വരില്ലല്ലോ, ഓഡിയോ അല്ല റെക്കോർഡ് ചെയ്യുന്നത്.
എന്നുള്ളത്. സോ യു ഹാവ് ടു സേ ഓൾ റൈറ്റ്, ഓ ഐ അണ്ടർസ്റ്റാൻഡ്, ഓ ഐ സി എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, നോട്ട് ഓൾ ദി ടൈം, ഇടയ്ക്കിടയ്ക്ക് അത് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും യു ആർ റെസ്പോൺസീവ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ, യെസ്. ഇനിയുണ്ടോ ചോദ്യങ്ങൾ? അപ്പോൾ ബട്ട് വൈ എന്നുള്ളതിന് തീർച്ചയായും ഒരു ആൻസർ ഉണ്ട് അല്ലേ? Definitely you have. Okay. Thank you so much. So you asked a lot of questions and I hope you got the answers for that. Not just him, I hope it was clear for you guys also. So ഒരുപാട് questions നമ്മൾ കവർ ചെയ്തു അല്ലേ? അപ്പം OET സ്പീക്കിങ്ങിന് ആക്ച്വലി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. So you just need the right strategy. കാരണം കുറേ ടെക്നിക്കൽ സൈഡും ഇതിനുണ്ട്. It is not just the language part. നമ്മളത് ഇൻ ഡെപ്ത് ആയിട്ട് ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോഴാണ് ഓക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലേ, ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഒരു പ്രോപ്പർ തിയറി ക്ലാസ്സിന് ശേഷം നമ്മൾ ആ ഒരു ഡിസ്കഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ക്യൂ കാർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. കുറേ കാര്യങ്ങൾ ഇത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം, ഇത് ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്, ഇതൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി. ഇപ്പോൾ ആക്ഷൻ വേർബ്സ് ആണ് എല്ലാ ടാസ്കിനും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിന്ന ആക്ഷൻ വേർഡ്സ് വരുമ്പോൾ ഇന്നിന്ന സെൻറ്റൻസുകളാണ് യൂസ് ചെയ്യേണ്ടത് നേരത്തെ പഠിച്ചു വെച്ചാൽ ടാസ്ക് തുടങ്ങാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെ ടാസ്കുകൾ സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്ത് അടുത്തതിനകത്തേക്ക് കണക്ട് ചെയ്ത് പോകണം. പിന്നെ ഗ്രമാറ്റിക്കലി കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം, ടെൻസ് കറക്റ്റായിട്ട് കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അതിനൊരു ഗ്രാമർ അസിസ്റ്റൻസും പ്രോപ്പറായിട്ട് നമുക്കൊരു ഫീഡ്ബാക്കും കിട്ടുവാണെങ്കിൽ അതിനും പ്രശ്നമില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ പ്രൊവൈഡിങ് ഇൻ ദ പ്രീമിയം ബാച്ച് ഓഫ് IILT. സോ ഇഫ് യു വുഡ് ലൈക്ക് ടു ഗെറ്റ് ട്രെയിൻ ഫോർ ദാറ്റ്, January 16th നമ്മുടെ നെക്സ്റ്റ് ബാച്ച് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 11th പ്രീമിയം ബാച്ച്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ യു ക്യാൻ കോൺടാക്ട് IILT and book your slots there, right? So do you have any other questions again? No, ഇപ്പം ഏകദേശം എനിക്ക് അതിനുള്ള ധാരണ കിട്ടിയിട്ടുണ്ട്. So I hope it is clear for you guys as well. എന്തെങ്കിലും doubts or concerns ഉണ്ടെങ്കിൽ feel free to comment below. We will definitely look into it. എന്നിട്ട് സ്പീക്ക് ഈസി വിത്ത് റിച്ച എന്ന് പറഞ്ഞ വേറൊരു സെഗ്മെന്റുമായിട്ട് വേറൊരു സ്റ്റുഡൻറ്റുമായിട്ട് ഞാൻ ഡെഫിനറ്റ്ലി വേഗം വരുന്നതായിരിക്കും. So see you soon. Happy. Thank you so much and good night.